ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലിമിറ്റ്ലെസ് സൺഷൈൻ. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ പ്രഗ്നൻസി ജേർണീനെ പറ്റിയാണ്. ഇത് പേഴ്സണലായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു ഫസ്റ്റ് ടൈം മോമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു ജേർണിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുക എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അതർവൈസ് ഇതൊരു പ്രൊഫഷണൽ ടോക്കൊന്നുമല്ല, ഞാനൊരു പ്രൊഫഷണൽ പേഴ്സൺ അല്ല. പക്ഷെ ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിച്ച് കുറേ കാര്യങ്ങൾ വായിച്ച് അങ്ങനെയൊക്കെ കിട്ടിയ അറിവുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനെ കൊണ്ട് കുറച്ചെങ്കിലും യൂസ് ആകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് കൺസീവ് ചെയ്തതിന് ശേഷമുള്ളതോ അതല്ലെങ്കിൽ പോസിറ്റീവായ ടെസ്റ്റ് കിട്ടിയതിന് ശേഷമുള്ള പ്രിപ്പറേഷൻ അല്ല. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് പ്രിപ്പറേഷൻ സ്റ്റേജിനെ പറ്റിയാണ്. ഒരുപാട് ആൾക്കാർ വിത്തൗട്ട് പ്ലാനിങ് തന്നെ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ എല്ലാവരും മാക്സിമം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്, ഇപ്പോഴത്തെ ഹെൽത്ത്, നമ്മുടെ എല്ലാ ഹാബിറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ഓൾവേസ് വേണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു 3 months പ്രിപ്പറേഷൻ ടൈമാണ് കിട്ടിയത്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ 6 months 1 year എന്താണെന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ചെയ്യാം. മെയിനായിട്ട് പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ വേണ്ടത് ഫുഡ്, ലൈഫ് സ്റ്റൈല്, മൈൻഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ്. ഫുഡെന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ ഹെൽത്തിയർ വെർഷൻസ് ചൂസ് ചെയ്യുക. ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ എൻ്റെ 3 മാസം എൻ്റെ മാക്സിമം ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്തു. ഭയങ്കര ടാസ്ക്കാണ്, അത് ഈസി അല്ല. കാരണം പ്രത്യേകിച്ച് ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് പേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുക്ക് ചെയ്ത് എപ്പോഴും കഴിക്കുക അല്ലെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും നമ്മൾ കഴിയുന്നതിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. ഏറ്റവും ആദ്യം അവോയ്ഡ് ചെയ്യുന്ന സാധനം ഷുഗറാണ്. അതൊരു ഡെഡ്ലി ഡ്രഗാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ ഒരു പ്രഗ്നൻ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഇനി കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ലെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, അത് നമ്മുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്ത ചേഞ്ച് എന്ന് പറയുന്നത് ഷുഗർ കട്ടാണ്. ഞാൻ ആ ഒരു 3 months സ്റ്റാർട്ട് ചെയ്തപ്പോൾ, ആ 3 months പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഷുഗർ കട്ട് ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഷുഗർ യൂസ് ചെയ്തിട്ടില്ല. എന്നെപ്പോലൊരു മലയാളി എന്ന രീതിക്ക് എപ്പോഴെങ്കിലും ഒരു ചായയെങ്കിലും കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഷുഗർ ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്. അതും റെഗുലറിലൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. വളരെ ലിമിറ്റഡ് എമൗണ്ടിൽ നമ്മൾ അത്രയും ക്രേവിംഗ് ആയിട്ട് ചായ കുടിക്കണം എന്നൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതർവൈസ് ഓൾ ഷുഗർ ഐറ്റംസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കൊണ്ടുവന്ന മെയിൻ സംഭവം, നമ്മൾ ഈ ജ്യൂസ്, ഷുഗറി ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വെള്ളം മാത്രം യൂസ് ചെയ്യുക. കാരണം അത് അത്രയും അത്യാവശ്യം, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വെള്ളം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫുഡ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് നമ്മൾ ഒരുപാട് ഇങ്ങനെ വായിച്ച് ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ട് ഓൾ കൈൻഡ് ഓഫ് വൈറ്റമിൻസ്, എക്സ്പെഷ്യലി ഈ സമയത്ത് ആവശ്യമുള്ള ഫോളിക് ആസിഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്ന നാച്ചുറൽ സോഴ്സസ് ഓഫ് ഫുഡ് ചൂസ് ചെയ്ത് എനിക്ക് പറ്റുന്ന രീതിക്കുള്ളൊരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് ഞാനത് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. സെയിം എൻ്റെ ഹസ്ബൻഡിനും എന്താണോ ഫെർട്ടിലിറ്റിക്കും അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു കൺസീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസ്, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റ് ചാർട്ട് ഉണ്ടാക്കിയിട്ട് 2 പേരും ആ ഒരു ഇത് ഫോളോ ചെയ്യുമായിരുന്നു. 2 പേരും സപ്പോർട്ട് ചെയ്തിട്ട് എക്സസൈസ് ചെയ്യുമായിരുന്നു. കാരണം നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കുക, ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതല്ലാണ്ട് ലൈഫ് സ്റ്റൈൽസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കി. കറക്റ്റ് ടൈമിൽ, പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക, 2 to 3 liters ഓഫ് വാട്ടർ ഡെയിലി കുടിക്കുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, ഞാൻ പറഞ്ഞില്ല ഷുഗർ കട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ 3 മാസം ചെയ്തു. അത് ഒരുപാട് ബെനിഫിഷ്യൽ ആകുകയും ചെയ്തു. കാരണം എക്സ്പെഷ്യലി എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു വെയിറ്റ് ലോസ് ആയിരുന്നു. കാരണം ഞാൻ ആ 3 months പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് അറൗണ്ട് 60 kgs ഉണ്ടായിരുന്നു. അതെനിക്ക് ഓവർ വെയിറ്റ് അല്ല, നോർമൽ വെയിറ്റ് ആണ്. പക്ഷേ എന്നാലും പ്രഗ്നൻസി തുടങ്ങിയാൽ ശേഷം ഉണ്ടാകാൻ പോകുന്ന ആ എക്സ്ട്രാ വെയിറ്റ് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഒരു 4 to 5 kgs ആ 3 months കുറച്ചു. അതിനെന്നെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്തത് ഷുഗർ കട്ടും എക്സസൈസും ഹൈഡ്രേഷനും ഒക്കെ തന്നെയാണെന്ന് എനിക്ക് കൺഫേം പറയാം. അപ്പം മെയിനായിട്ട് ഈ ഫുഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ പ്ലേറ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്തത്. കാരണം ഒരുപാട് കാർബ്സ് കഴിക്കാതെ കാർബ്സ്, പ്രോട്ടീൻ ആൻഡ് വെജീസ് അതിന് ബാലൻസ് ചെയ്ത് കഴിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. സോ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് 3 months പ്രിപ്പറേഷൻ. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ മെയിൻ സ്റ്റേജാണ്. അതായത് നമ്മുടെ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സ്റ്റേജാണ്. അപ്പം ഞാൻ ജനുവരി തൊട്ടാണ് പ്ലാൻ സ്റ്റാർട്ട് ചെയ്തത്. കൺസീവ് ചെയ്യണം,
കൺസീവ് ചെയ്യാൻ വേണ്ടി ഉള്ള ട്രൈസൊക്കെ നടത്തണം എന്ന് പ്ലാൻ ചെയ്തത് ജനുവരി തൊട്ടാണ്. അപ്പോൾ ജനുവരിയിൽ പക്ഷേ എപ്പോൾ ചെയ്യണം അല്ലെങ്കിൽ ഏത് ടൈമിലാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാൻ വേണ്ടി ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ പീരീഡ്സ് ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ബയോളജിയൊക്കെ അറിയുന്ന പേഴ്സണല്ല. അപ്പം ഞാൻ ബയോളജി പഠിച്ചിട്ടുള്ളൊരു പേഴ്സണാണ്. സോ ഐ നോ ഹൗ ടു ട്രാക്ക് മൈ പീരീഡ് സൈക്കിൾ. സോ എല്ലാവർക്കും അത് അറിയണം എന്നില്ല. സോ അതിന് വേണ്ടിയാണ് ഈ നോളജ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പണ്ട് മുതലേ മായ എന്ന് പറയുന്ന ഒരു ആപ്പ് യൂസ് ചെയ്യുമായിരുന്നു. അത് ഇപ്പോഴൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ യൂസ് ചെയ്ത ആപ്പാണ്. അന്ന് എൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എനിക്ക് ചില ആൾക്കാർക്ക് 28 ഡേയ്സ് സൈക്കിളായിരിക്കും, ചില ആൾക്കാർക്ക് 30 ഡേയ്സ്, അങ്ങനെ മാറി മാറി വരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും എപ്പോഴാണ് നമ്മുടെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, മറന്നു പോകും. സോ ആ സമയം നമ്മൾ നേരത്തെ മനസ്സിലാക്കുക, ഓക്കെ എത്താറായി, എൻ്റെ ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യാറായി എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇതെൻ്റെ PMS ടൈമാണ്, അതുകൊണ്ടാണ് എൻ്റെ മൂഡ് സ്വിങ്സ് ഇങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ സമയം ആ ഒരു ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആഫ്റ്റർ ഗെറ്റിംഗ് മാരീഡ് എനിക്കത് ആദ്യത്തെ ഒരു അറൗണ്ട് ഒരു 6-7 മന്ത്സ് ഞാൻ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നില്ല എന്ന ടൈമിൽ എനിക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനും ആ ഒരു ആപ്പ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു ആപ്പിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് നമ്മുടെ പീരീഡ്സിൻ്റെ സ്റ്റാർട്ട് ഡേ കൊടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പീരീഡ്സ് കൊടുത്ത് ഒരു 2 or 3 പീരീഡ്സ് സൈക്കിൾ കൊടുക്കുമ്പോൾ അവർ കൃത്യമായിട്ട് നമ്മുടെ ഫെർട്ടൈൽ ഡേയ്സ്, നോൺ ഫെർട്ടൈൽ ഡേയ്സ്, ഹൈ ഫെർട്ടൈൽ ഡേയ്സ് ഇങ്ങനെ എല്ലാം കാണിച്ചു തരും ഞങ്ങൾക്ക്. അപ്പോൾ ആ ഒരു വിത്ത് ദാറ്റ് നോളജ് ഇറ്റ്സ് വെരി ഈസി ടു പ്ലാൻ. അതിപ്പോൾ പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനാണെങ്കിലും പ്രഗ്നൻസി പ്ലാൻ ചെയ്യാനാണെങ്കിലും നമുക്ക് ഈ ഒരു ആപ്പിനെ നല്ല തോതിൽ യൂസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഈ ആപ്പ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ആപ്സ് അവൈലബിൾ ആയിരിക്കും പ്ലേ സ്റ്റോറിൽ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഇത് മാത്രമാണ്, ഇതെനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുമുണ്ട്, അതുകൊണ്ടാണ് ഈ ആപ്പ് യൂസ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷൻ. ഓക്കെ, സോ ഞാൻ ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി എൻ്റെ പീരീഡ്സ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ പീരീഡ്സിൻ്റെ സൈക്കിൾ എക്സാക്ട്ലി 28 ഡേയ്സ് ആണ്. ഇപ്പോൾ 28 ഡേയ്സ് സൈക്കിൾ വരുന്ന ഒരു പേഴ്സണ് 14th ഡേ, 13, 14 and 15th ഡേ മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് ആണ്. പക്ഷേ ഞാൻ എൻ്റെ ഹസ്ബൻഡും ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെറും ഫെർട്ടൈൽ ഡേയ്സ് മാത്രം ട്രൈ ചെയ്യണം എന്നുള്ളൊരു നീഡില്ല. അപ്പം അതുകൊണ്ട് തന്നെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് ഒരു അറൗണ്ട് 6th ഡേ ഓർ 7th ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 20 ഡേയ്സ് 21st ഡേ വരെ നമുക്കിത് ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് മോസ്റ്റ് സക്സസ് ഉണ്ടാകട്ടെ എന്ന രീതിക്ക്. പക്ഷേ ഇപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ എൻ്റെ ഫെർട്ടിലിറ്റി, ഹസ്ബൻഡിൻ്റെ ഫെർട്ടിലിറ്റിയൊക്കെയാണ് ഇത് തീരുമാനിക്കപ്പെടുന്നത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബയോളജിക്കൽ. അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സക്സസ് ആകണം എന്നില്ല. സോ നമ്മൾ നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുക, നമ്മുടെ എക്സസൈസ് ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ഈ ഒരു പ്ലാനിൽ ട്രൈ ചെയ്യുക. അത് സൈക്കിൾ മാറും തോറും 28 ഡേയ്സ് ഉള്ള പേഴ്സൺ ഉണ്ടാകുന്ന അതേ സൈക്കിൾ ആയിരിക്കില്ല 35 ഡേയ്സ് ഉണ്ടാകുന്ന ഒരു പേഴ്സണ്. സോ അതുകൊണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. നമ്മുടെ പീരീഡ്സിൻ്റെ മോസ്റ്റ് ഫെർട്ടൈൽ ഡേയ്സ് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലുള്ള ആപ്പ് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഏത് ഡേ ആണോ നമ്മുടെ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നൊരു 6th or 7th ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഓർ 5 ഡേയ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഫ്ലോ ഓൾസോ. സോ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു 22nd ഡേ വരെയൊക്കെ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ ട്രൈ ചെയ്യാവുന്നതാണ്. സോ ആ സമയം ഞാൻ എൻ്റെ സെയിം ഫുഡ് ആൻഡ് ഡയറ്റ് ഫോളോ ചെയ്തിരുന്നു, എക്സസൈസ് ഫോളോ ചെയ്തിരുന്നു. സോ ഇനി പറഞ്ഞു വരുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റിയാണ്. സോ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം പ്ലാൻ ചെയ്യുന്നു, പ്രിപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ജേർണി അങ്ങനെ ഉണ്ടാകണം എന്നില്ല. സോ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ആ ഒരു പ്രഗ്നൻസി ജേർണിയിൽ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ ഒരു 1 month ആയിരുന്നു. ഞങ്ങൾ ആ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. കോൺസ്റ്റിപ്പേഷൻ, ഡയറിയ, കൈൻഡ് ഓഫ് വൊമിറ്റിംഗ് ഫീൽ, ഇങ്ങനെ മാറി മാറി എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ ഒരുപാട് ടയേർഡായി. എനിക്ക് പലപ്പോഴും എൻ്റെ ഫുഡ് ആൻഡ് ഡയറ്റ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എക്സ്പെഷ്യലി എനിക്ക് എൻ്റെ എക്സസൈസ് റൊട്ടീൻ ഫോളോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ ഇതെല്ലാം കാരണം ഞാൻ വിചാരിച്ചത് മേ ബി ഇറ്റ്സ് എ നെഗറ്റീവ് റിസൾട്ട്. കാരണം അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ എൻ്റെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ബാധിച്ചു കാണും എന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനായിരുന്നു എൻ്റെ ആ ഒരു മെയിൻ ഡേയ്സ്, ആ ഒരു 2-3 വീക്സ് മേജർലി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു പോസിറ്റീവ് റിസൾട്ട്സ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് വരാം. പക്ഷെ നിങ്ങൾ ഓൾവേസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോസിറ്റീവായിട്ടിരിക്കുക. വാട്ട് എവർ ദ റിസൾട്ട് ഈസ്, നമുക്ക് പിന്നെയും നെക്സ്റ്റ് മന്ത് ട്രൈ ചെയ്യാവുന്നതാണ്, നെക്സ്റ്റ് മന്ത് പിന്നെയും പ്ലാൻ ചെയ്യാവുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞ് മേ ബി ഒരു 6 or 7 months പറ്റിയില്ല, പ്ലാൻ ചെയ്തിട്ടും ട്രൈ ചെയ്തിട്ടും ഒന്നും സംഭവിക്കുന്നില്ല, എപ്പോഴും നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ പേഴ്സണിനെ മീറ്റ് ചെയ്യാവുന്നതാണ്, അവരിൽ നിന്ന് സജഷൻസ് എടുക്കാവുന്നതാണ്. സോ ഡോണ്ട് ഗീവ് അപ്പ്, ഡോണ്ട് ഫീൽ നെഗറ്റീവ് തോട്ട്സ് ഇൻ യുവർ മൈൻഡ്. പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഞാൻ അത്ര പോസിറ്റീവ് ഒന്നും അല്ലായിരുന്നു, പക്ഷേ ഫസ്റ്റ് മന്തല്ലേ ആയുള്ളൂ. സോ അതുകൊണ്ട് ഓക്കെ, നെക്സ്റ്റ് ടൈം എന്ന രീതിക്കൊരു മനസ്സിലൊരു തോട്ട് ഉണ്ടായിരുന്നു. ബട്ട് എനിവേ ഐ വാസ് ഫീലിംഗ് വെരി നെഗറ്റീവ് അബൌട്ട് മൈ ഹെൽത്ത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് മൊമെൻറ്റ് വെൻ ഫൈനലി എൻ്റെ പോസിറ്റീവ് റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഐ വാസ് വെരി ഹാപ്പി. ഐ വാസ് ആക്ച്വലി ഇമോഷണൽ. അത്രയ്ക്ക് ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഒരു പേഴ്സൺ ഇമോഷണൽ ആകേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ ഹോപ്പ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവായിട്ട് കണ്ടപ്പോൾ ഐ വാസ് ഫീലിംഗ് റിയലി സാഡ്, ഹാപ്പി, എല്ലാം കൂടെ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആയിരുന്നു. സോ നെക്സ്റ്റ് കെയിം ദ പോസിറ്റീവ് റിസൾട്ട്. സോ ഫുൾ ഹാപ്പിയായി. ബട്ട് എന്നാലും ഹെൽത്തിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും വന്നില്ല. കാരണം ഹോട്ട് വെതറായിരുന്നു. ഞാൻ ഇത് ചെയ്ത സമയം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഒരു 14th വാലൻറ്റൈൻസ് ഡേക്കാണ് ഞാൻ ചെക്ക് ചെയ്തത്. സോ ഒരു ഫെബ്രുവരി 14th ഒരു വാലൻറ്റൈൻസ് ഡേ ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്, എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. അത് തൊട്ട് ഏപ്രിൽ 14th ഒരു 13th അല്ലെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്റർ എൻഡ് ചെയ്യുന്നത് വരെ നല്ല ഹോട്ടായിട്ടുള്ള വെതർ, സമ്മർ സിറ്റുവേഷനാണ്. ബാംഗ്ലൂരും നല്ല ഹോട്ടായിരുന്നു കണ്ടീഷൻ. അപ്പോൾ എനിക്കത് ഒട്ടും താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. ഓൾറെഡി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി ബോഡി ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും, ഒരു ഹോട്ട് ടെമ്പറേച്ചറൊക്കെ താങ്ങാനുള്ള ശേഷി വളരെ കുറവായിരിക്കും. എൻ്റെ ഫുൾ പ്രഗ്നൻസി ജേർണിയിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ് ആണ് എനിക്കത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂട് കാരണം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വലിയ ഫുഡ്, ഡയറ്റ് ചാർട്ട്, പിന്നെ എക്സസൈസ് പ്ലാനൊക്കെ റെഡി ആണെങ്കിലും ഇതൊന്നും ചെയ്യാനുള്ളൊരവസ്ഥയിലല്ലായിരുന്നു ഞാൻ. എനിക്ക് അതിനുശേഷം ഒരുപാട് ക്ഷീണവും, പിന്നെ അതുപോലെ തന്നെ ഈ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ തോന്നുന്നില്ല, എസ്പെഷ്യലി ഫുഡൊന്നും കുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ചൂടായതുകൊണ്ട് പോയി നിന്നത് കുക്ക് ചെയ്യാന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് കാര്യമായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന ഡയറ്റ് ചാർട്ടൊന്നും അത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഫോളോ ചെയ്തില്ല. അതിനുശേഷം ഇറ്റ് ഹാപ്പൻസ്, നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും എന്തെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. പക്ഷെ ഞാൻ എൻ്റെ ഹോപ്പ്, അതായത് ഓക്കെ ഞാൻ പ്ലാൻ ചെയ്ത സംഭവം ഞാൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യാൻ പോണേ, ഇനി തോന്നുന്ന വഴിയെ എന്നൊന്നും വിചാരിച്ചില്ല. എന്നെക്കൊണ്ട് എന്ത് പറ്റുന്നോ അത് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പറ്റുന്ന എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക, പറ്റുന്ന ഡോക്ടർ പറഞ്ഞ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. എൻ്റെ ഹാപ്പി ആയിട്ടിരിക്കാൻ നോക്കുക, പോസിറ്റീവായിട്ടിരിക്കാൻ നോക്കുക. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി ഞാൻ കരിക്കിൻ്റെ വെള്ളം കുടിക്കുമായിരുന്നു. അത് നമ്മൾ പ്രഗ്നൻസി ജേർണിയിൽ ഫുള്ള് ആവശ്യമുള്ളൊരു കാര്യമാണ് കരിക്കിൻ്റെ വെള്ളം എന്ന് പറയുന്നത്. അത് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ആ ഒരു ഹൈഡ്രേഷൻ, നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് 3 മാസം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 2 മാസം എനിക്ക് ക്ഷീണം മാറ്റാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ഈ ടെൻഡർ കോക്കനട്ട് വാട്ടർ. അത് ഞാൻ മുടക്കാതെ കഴിക്കുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ ഡയറ്റിൽ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും നല്ലപോലെ ഞാൻ ചെയ്ത കാര്യം അതാണ്. അത് ഞാൻ എന്നും 1 or 2 ഒക്കെ സംടൈംസ് കുടിച്ചിട്ടുണ്ടായിരുന്നു, സമ്മർ സീസൺ ആയിരുന്നതുകൊണ്ട്. അതല്ലാണ്ട് ഞാൻ മാക്സിമം വെള്ളം കുടിക്കാനൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. പക്ഷെ വെള്ളമൊക്കെ ഭയങ്കര ടേസ്റ്റേ ഇല്ലാത്തൊരു സംഭവം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ടായിരുന്നു. എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നില്ല കംപ്ലീറ്റ്ലി വൊമിറ്റിംഗ് ഇല്ലാത്തൊരു പേഴ്സണൊന്നും ഞാൻ പറയത്തില്ല. കാരണം എനിക്കൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ് അവരുടെ എക്സ്പീരിയൻസ്. ചില ആൾക്കാർക്ക് വൊമിറ്റിംഗ് ഉണ്ടായിരിക്കും, മോർണിംഗ് സിക്നസ് ഉണ്ടായിരിക്കും, കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സോ ഒരിക്കലും എല്ലാവർക്കും അവരവരുടെ പ്രഗ്നൻസി ജേർണി ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും ഒരു പ്രഗ്നൻറ്റ് വിമണും വേറൊരു പ്രഗ്നൻറ്റ് വിമണിൻ്റെ ജേർണി ആയിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. എല്ലായ്പ്പോഴും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കാം. ഇപ്പോൾ എന്താ എക്സാമ്പിൾ പറയാം, ഞാനൊരു ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന അതേ സമയത്ത് അതേപോലെ തന്നെ ട്രൈമസ്റ്റർ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ടായിരുന്നു. ചില ആൾക്കാർ നല്ലപോലെ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. സോ അത്രയൊന്നും എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ട് മോർണിംഗ് സിക്നസ് ഒക്കെ ആയിട്ട് ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല എന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ.
സോ എൻ്റെതൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ആയിരുന്നു. ഇത് രണ്ടുമില്ല, ഒരുപാട് ഫുഡ് കഴിക്കുന്നുമില്ല, എന്നാൽ ഫുഡ് ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയല്ല. സോ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വേറൊരാളുടെ ജേർണിയായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വൊമിറ്റിങ്ങിൻ്റെ കേസും, എനിക്ക് മോർണിംഗ് സിക്നസ് ഇല്ല, വൊമിറ്റിംഗ് ഇല്ല എന്ന് എൻ്റയർലി പറയാൻ പറ്റില്ല, എന്നാൽ എനിക്കിതൊക്കെ ഉണ്ട് എന്നും പറയാൻ പറ്റില്ല. അതൊരു മീഡിയം സ്റ്റേജ് ആയിരുന്നു. വൊമിറ്റിംഗ് തോന്നാറുണ്ട്, പക്ഷെ പുറത്തോട്ടൊന്നും വരാറില്ല. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാം. എനിക്ക് സ്പെഷ്യലി ഹോട്ട് വെതർ ആയിരുന്നുകൊണ്ട് കോൾഡ്, കഫ്, ഇങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇതുപോലത്തെ അസുഖങ്ങൾ വന്നാലും നമ്മൾ പാരസെറ്റമോൾ, സെട്രിസിന് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നു, ശരിയാകുന്നു. ഇതാണ് നമ്മുടെ ഒരു രീതി. പക്ഷേ ഈ ഒരു ടൈമിൽ നമ്മുടെ ഉള്ളിലൊരു കുഞ്ഞ് ജീവനുണ്ട് എന്നുള്ളൊരു ഓർമ്മ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇതുപോലത്തെ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുക. ഈ മാക്സിമം മെഡിസിൻസ് കഴിക്കാതിരിക്കുക. അത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസിൽ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിൽ മാത്രം മെഡിസിൻ എടുക്കുക. പക്ഷെ നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ മെഡിസിൻസ് അവോയ്ഡ് ചെയ്യുക. അപ്പം എൻ്റെ മെയിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സൂപ്പാണ്, ഹോട്ട് സൂപ്പ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ട് വെതർ ആയിരുന്നു. ശരിക്കും വിൻ്ററിലൊക്കെ ആണല്ലോ സൂപ്പ് പറയുന്നത്. ആ ഒരു വെതറിന് പറ്റിയ കാര്യമേ അല്ലായിരുന്നു സൂപ്പ്. പക്ഷേ എനിക്കത് ഭയങ്കര ബെനിഫിഷ്യലായിട്ട് തോന്നി. ഞാൻ എത്രയോ ദിവസങ്ങളിൽ 2 times ഒക്കെ വെറും സൂപ്പ് മാത്രം കുടിച്ചിട്ടൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. കാരണം ആ ഒരു അത്രയും വയ്യാതിരിക്കുന്ന സമയത്ത് ഈ പെപ്പർ, ക്യുമിന്, ജിഞ്ചർ, ഗാർലിക് ഇങ്ങനെയുള്ള എല്ലാ നല്ല ഹെർബ്സ് യൂസ് ചെയ്തിട്ടുള്ള സൂപ്പ് കുടിക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. പിന്നെ എൻ്റെ അസുഖങ്ങളൊക്കെ മാറുകയും ചെയ്യുമായിരുന്നു. എനിക്ക് പ്ലസ് ഒരു ഹൈഡ്രേഷൻ എന്നൊരു രീതിക്കും അത് ബെനിഫിറ്റ് ആയിട്ടുണ്ട്. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചിക്കൻ ഷോർബ എന്ന് പറയുന്ന സൂപ്പാണ്. അത് കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, പിന്നെ ഈ ജിഞ്ചർ, ഗാർലിക്, ക്യുമിൻ, അതായത് നമ്മുടെ ജീരകം, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിയില, പുതിനയില, ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു സൂപ്പാണ്. അത് ഭയങ്കര ടേസ്റ്റിയാണ്. അത് മാത്രമല്ല ഭയങ്കര ഹീലിംഗ് ഫീലിംഗ് ആണ്. അതൊരു കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊരു നമ്മുടെ ബോഡിയിൽ നിന്നൊക്കെ ആ ഒരു അസുഖമൊക്കെ വിട്ടുപോയൊരു ഫീലിംഗ്. എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. ഞാൻ എന്തെങ്കിലും ആ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പക്ഷെ നിങ്ങൾ ചിക്കൻ ഷോർബ റെസിപ്പി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി അവൈലബിൾ ആണ് ആ റെസിപ്പി. സോ അതുകൊണ്ട് അത് പറ്റുന്ന ആൾക്കാർക്ക് ഇൻക്ലൂഡ് ചെയ്യാമെന്നുള്ളതാണ്. അതൊരു പ്രഗ്നൻ്റ് ആകണം എന്നില്ല, പ്രഗ്നൻസി ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ പാരസെറ്റമോളും സെട്രിസിനും അവോയ്ഡ് ചെയ്ത് ഇങ്ങനെ തന്നെ ആദ്യമേ അസുഖം മാറ്റാൻ പറ്റിയ അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം എൻ്റെ ഫുഡ്, ഡയറ്റ്, എക്സസൈസ്, പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്കാന്, ബ്ലഡ് ടെസ്റ്റ്, അങ്ങനെ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ, അതിന് മെഡിക്കൽ റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ചെയ്യണം, ഞാൻ എൻ്റെ ലൈഫിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ എൻ്റെ പാർട്ട് 2 വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ബിക്കോസ് ദിസ് വീഡിയോ ഇസ് ക്വൈറ്റ് ലോങ്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.